एनडीए की नीतियों का सबसे बड़ा लाभ अगर किसी वर्ग को होता है तो वो मेरी माताएं बहनें महिलाओं को होता है। महिलाओं का सशक्तिकरण, महिलाओं का प्रतिनिधित्व, ये हमारी प्राथमिकता है। हमने महिलाओं के जीवन से जुड़ी हर समस्या के समाधान का प्रयास किया है। हमने घर घर शौचालय बनवाए, जनधन खाते खुलवाए, महिलाओं के नाम उनके घर महिलाओं के नाम पर बनवाए, मुद्रा लोन के जरिए अपना खुद का कारोबार शुरू करने वालों में बड़ी हिस्सेदारी महिलाओं की है, उनको बैंक से पैसा मिला है। हम विमेन सेल्फ हेल्प ग्रुप को भी लाखों करोड़ रुपए की मदद दे रहे हैं। लखपति दीदी का अभियान सफलतापूर्वक आगे बढ़ा है। पहले मैंने 3 करोड़ लखपति दीदी बनाने का लक्ष्य रखा था। देश में 3 करोड़ लखपति दीदी बन चुकी। अब मैंने और नई 3 करोड़ महिलाओं को लखपति दीदी बनाने का लक्ष्य रखा है। केरल में बीजेपी सरकार आएगी तो यहां भी डबल इंजन सरकार का सबसे बड़ा लाभ मेरी माताओं, बहनों को, बेटियों को, महिलाओं को मिलने वाला है। आपने देखा होगा अभी हमने एक बड़ा कार्यक्रम शुरू किया है। भविष्य में माताओं बहनों को कैंसर ना हो, इसलिए 13-14 साल की बच्चियों को उनकी जांच करके एक वैक्सीन देने की योजना है। ये भविष्य में हमारी माताओं बहनों को, ये बेटियां जब बड़ी हो जाएगी वो कैंसर से बच पाएगी। इतना बड़ा काम आज देश की बेटियों के लिए, महिलाओं के लिए, माताओं के लिए एनडीए भाजपा सरकार कर रही है। പ്രിയപ്പെട്ടവരെ, ദേശീയ ജനാധിപത്യ സർക്കാരിന്റെ നയങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്ത്രീകൾക്കാണ്, അമ്മമാർക്കാണ്, നമ്മുടെ പെൺമക്കൾക്കാണ്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യവും ഒക്കെ നമ്മളുടെ പ്രാഥമികമായ ദൗത്യമാണ്. സ്ത്രീകളുടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക് നമ്മുടെ സർക്കാർ പരിഹാരം കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും ശൗചാലയം എത്തിച്ചു, ജൻധൻ അക്കൗണ്ടുകൾ തുറന്നു, സ്ത്രീകളുടെ പേരിൽ വീടുകൾ നിർമ്മിച്ചു നൽകി. അതോടൊപ്പം തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി വായ്പ നൽകുന്ന മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളിൽ കൂടുതലും ഇന്ന് സ്ത്രീകളാണ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സഹായമായി നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ലഖ്പതി ദീദി എന്നുള്ളത്. നമ്മളുടെ സ്ത്രീകളെ ലക്ഷാധിപതികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ പദ്ധതി 3 കോടി ആൾക്കാർക്ക് നൽകാനാണ് ലക്ഷ്യം വെച്ചിരുന്നത്. അത് പൂർത്തിയാക്കിയിട്ട് അടുത്ത 3 കോടി സ്ത്രീകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ക്യാൻസർ രോഗം വരാതിരിക്കാൻ, ഗർഭാശയ ക്യാൻസർ അടക്കമുള്ളതിന്റെ പ്രതിരോധത്തിന് വേണ്ടി 13-14 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ക്യാൻസർ വാക്സിൻ നൽകാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സ്ത്രീ സൗഹൃദമായ ഒരു പദ്ധതിയും രാജ്യത്ത് നാളിതുവരെ നടന്നിട്ടില്ല. കേരളത്തിലും ബിജെപിയുടെ നേതൃത്വത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് നമ്മുടെ അമ്മമാർക്കാണ്, പെൺകുഞ്ഞുങ്ങൾക്കാണ്, സഹോദരിമാർക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.